ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡയറ്റ് ലാബിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡയറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനെ ബൂസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഫുഡ് ഐറ്റത്തിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ ഡയറ്റ് വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് സെക്ഷൽ ഫംഗ്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല, പുരുഷന്മാർക്ക് RBCയുടെ പ്രൊഡക്ഷൻ ഉണ്ടാവാനും ഫാറ്റ് മെറ്റബോളിസത്തിനും എനർജി പ്രൊഡക്ഷനും സ്പേം പ്രൊഡക്ഷനും അതുപോലെ തന്നെ മസിൽ മാസ് ഇൻക്രീസ് ചെയ്യാനും ബോൺ സ്ട്രെങ്തിനും മൂഡിനും ബോഡി ഹെയർസിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെയിനായിട്ട് വേണ്ടുന്നത് ഒരു വെൽ ബാലൻസ്ഡ് ഡയറ്റും അതുപോലെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലുമാണ് വേണ്ടുന്നത്. ഏതൊക്കെ ഫുഡുകളാണ് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ നോർമലാക്കി ഇരുത്താനായിട്ട് ബോഡിയിൽ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത് ഒരു മെയിൽ സെക്സ് ഹോർമോണാണ്. ഇത് സ്ത്രീകളിലും കാണാറുണ്ട്, പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കൂടുതലായിട്ടും പുരുഷന്മാരിലാണ് കാണുന്നത്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറയുമ്പോൾ മെയിനായിട്ടും ടയർഡ്നെസ് ഉണ്ടാവാം, എനർജി ലെവൽ വളരെയധികം കുറവായിട്ട് വരാം, മസിൽ മാസ് കുറയാം, മെമ്മറി ലോസ് വരെ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ ഒരു ഹോർമോണിൻ്റെ പ്രോപ്പർ ഫംഗ്ഷനൊക്കെ കറക്റ്റായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഡയറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നന്നായിട്ട് ഡയറ്റ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഹോർമോൺ നോർമലാക്കി തന്നെ ബോഡിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മെയിനായിട്ടും പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോട്ടീൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവും കുറയാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലെൻറ്റിൽസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. പരിപ്പ് വർഗ്ഗങ്ങളും പയറുവർഗ്ഗങ്ങളും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. എഗ്ഗ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. എഗ്ഗിനകത്ത് ധാരാളമായിട്ട് അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എഗ്ഗ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 1-2 എഗ്ഗോ നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകാവുന്നതാണ്. ലീൻ മീറ്റ്, മെയിനായിട്ട് ചിക്കൻ്റെ ബ്രസ്റ്റൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് അശ്വഗന്ധ നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അശ്വഗന്ധ എന്ന് പറയുന്ന ഒരു ഹെർബാണ്. അത് ട്യൂബ് ലൈക്ക് റൂട്ടാണ്. അത് ഹാർവെസ്റ്റൊക്കെ ചെയ്ത് ഡ്രൈഡ് ചെയ്ത് പൗഡേർഡ് ഫോമിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ക്യാപ്സ്യൂൾസ് ആയിട്ടും അവൈലബിൾ ആണ്. ലിക്വിഡ് ഫോമിലൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ഈ ഒരു ഐറ്റം നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് എ മിക്സ് ഓഫ് അമിനോ ആസിഡ്സ് ആൻഡ് വൈറ്റമിൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ട്രെസ് ലെവലിനെയൊക്കെ കുറയ്ക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളാണ് അശ്വഗന്ധ. പക്ഷേ അശ്വഗന്ധ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ മെയിനായിട്ടും ഒരു കൺസൾട്ടൻറ്റിനെ കണ്ട് നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് അളവ് എത്രയാണെന്നൊക്കെ നോക്കിയിട്ട് മാത്രം അശ്വഗന്ധ എന്നുള്ളൊരു ടാബ്ലറ്റോ അല്ലെങ്കിൽ ക്യാപ്സ്യൂൾസോ ഒക്കെ നിങ്ങൾക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവൂ. ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് മൂഡിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും നമ്മുടെ മസിൽ മാസിനെയൊക്കെ ഇൻക്രീസ് ചെയ്യിപ്പിക്കാനും ഡിപ്രഷൻ കുറയ്ക്കാനും അതുപോലെ നന്നായിട്ട് ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ ലെവൽസൊക്കെ കൂട്ടാനായിട്ട് അശ്വഗന്ധ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് തന്നെ കൺസൾട്ടൻറ്റിനെ കണ്ട് കറക്റ്റ് ഡോസിൽ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫിഷസ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മെയിനായിട്ട് സാൽമൺ ഫിഷ് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ മാക്രൽ, അതായത് അയല ഫിഷ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സാർഡൈൻസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇതിലൊക്കെ ധാരാളമായിട്ടും omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. നട്ട്സിൽ ബെസ്റ്റ് എന്ന് പറയുന്നത് വാൾനട്ടും അതുപോലെ തന്നെ ആൽമണ്ട്സും ആണ്. വാൾനട്ടിലും ആൽമണ്ട്സിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ ഇയും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഫൈബേഴ്സും omega-3 ഫാറ്റി ആസിഡ്സും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഒരു 4 to 5 നട്ട്സെങ്കിലും ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒനിയൻ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഒനിയനകത്തുള്ള എൻസൈം ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പുരുഷന്മാരിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഗാർലിക്ക് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ജിഞ്ചർ ഒരു നല്ല ഓപ്ഷനാണ്. ഇതിനകത്തൊരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് ജിഞ്ചറോൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് വളരെ നല്ലതാണ്. അത് ഹോർമോണിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതായിട്ട് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ധാരാളമായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മെയിനായിട്ട് സ്പിനാച്ച്, കെയിൽ, ബ്രൊക്കോളി ഇതിലൊക്കെ ധാരാളമായിട്ട് വൈറ്റമിൻ കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോൺ ഹെൽത്തിനും അതുപോലെ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിനെ റെഗുലേറ്റ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. ഡയറ്റിൽ സ്ഥിരമായിട്ട് പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ധാരാളമായിട്ട് സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സിങ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സിങ്ക്. അതുകൊണ്ട് തന്നെ സീഡ്സ് നമ്മുടെ ഡയറ്റിൽ ഡെയിലി ഇൻക്ലൂഡ് ചെയ്ത് പോകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഫ്രൂട്ട്സിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത് അവക്കാഡോ ആണ്. അവക്കാഡോയിൽ ധാരാളമായിട്ട് ഹെൽത്തി ഫാറ്റ്സും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോണിനെ ബാലൻസ് ആക്കിയിരുത്താനായിട്ട് വളരെ നല്ലതാണ് അവക്കാഡോസ്. പോമിഗ്രാനേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ബെറീസും ചെറികളും ഒക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്പേം പ്രൊഡക്ഷനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും ഹോർമോണിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അടുത്തായിട്ട് ഡാർക്ക് ചോക്ലേറ്റ്സ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹോർമോണിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാൻ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ടെർമറിക് ഒരു നല്ല ഓപ്ഷനാണ്. ടെർമറിക് മിൽക്കൊക്കെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത് വളരെ നല്ലതാണ്. ഡയറ്റിനോടൊപ്പം തന്നെ നമ്മൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹൈഡ്രേഷൻ. വാട്ടർ നന്നായിട്ട് കുടിക്കുക. ഒരു 2 to 3 liters ഓഫ് വാട്ടർ എങ്കിലും ഡെയിലി നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് പോവുക. അതുപോലെ തന്നെയാണ് എക്സസൈസ്. ഒരു മണിക്കൂറെങ്കിലും നടക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ഹോർമോണിൻ്റെ ലെവലൊക്കെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഒരു 7 hours എങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ അവൈലബിലിറ്റി നോക്കി ചൂസ് ചെയ്ത് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഡയറ്റിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ ഡയറ്റിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ദിസ് ഇസ് ഡയറ്റീഷ്യൻ പ്രിയങ്ക സൈനിങ് ഓഫ്.